വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം PS ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള PS ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ 2 ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ക്ലാസ് ആണ്. ആ ക്ലാസ്സുകൾ കാണാത്തില്ലെങ്കിൽ പോയി കാണാട്ടോ. ആ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പുതിയ CRT ക്ലാസ്സുകളും അതുപോലെ PS ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ നമ്മൾ ഇവിടെ 2 നിപ്പിന്റെ ബഡ് വരെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. മുളയിലെ നുള്ളുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിജ്ഞാസ എന്ന പദത്തിന് ശരിയായ പദമേത. ജിജ്ഞാസ എന്ന പദത്തിന് ശരിയായ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അറിയാനുള്ള ആഗ്രഹം, അറിയുവാനുള്ള ആഗ്രഹത്തെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആണല്ലോ, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദ്യാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദുഷി എന്നാണ്. അപ്പൊ ഈ മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. കാരണം മലയാളം നമുക്ക് കാണാപാഠം പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത് ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് അധികം നാളെയില്ല എക്സാമിന്. അപ്പൊ ഇത് ഇങ്ങനെ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. വിദ്യാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്ന് പറഞ്ഞു, വിദുഷി എന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പൂരം എന്ന് പറയുന്നത് എന്താണ്? പൂരം എന്ന് വെച്ചാൽ നഗരമാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പൂരം എന്ന് വെച്ചാൽ എന്താണ്? ആഘോഷത്തെയാണ് പൂരം എന്ന് പറയുന്നത്. പൂരം എന്ന് വെച്ചാൽ എന്താണ്? നഗരമാണ്. അത് പഠിച്ചിരിക്കുക. പൂരം എന്ന് വെച്ചാൽ ആഘോഷമാണ്, പൂരം എന്ന് വെച്ചാൽ നഗരം എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാക്ഷീകാരകമായ വിഭക്തി വിഭാഗം ഏതാണ്? സാക്ഷീകാരകമായ വിഭക്തി വിഭാഗം ഏതാണ്? സംയോജിക എന്നാണ്. സംയോജിക എന്നാണ്. സാക്ഷീകാരമായ വിഭക്തിയെ പറയുന്നതാണ് സംയോജിക എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? മുൻ വിനയച്ചത്തിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓടിക്കയറി എന്നല്ലേ. ഓടിക്കയറി എന്ന് പറയുന്നതാണ് മുൻ വിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? ഓടിക്കയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ. അന്യദേശത്തുള്ളവൻ എന്താ പറയുന്നത്? പരദേശിയിലെ. പരദേശി എന്നാണ് പറയുന്നത്. കണ്ടത് റിപ്പീറ്റഡ് ആണ് അല്ലെ. ഒറ്റപ്പദം എന്താണ്? അന്യദേശത്തുള്ളവൻ എന്നാ പറയുന്നത്? പരദേശി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കാര്യം. ഇക്കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചെഴുതുക? ഇക്കാര്യത്തെ തിരിച്ചെഴുതുക എങ്ങനെയാണ്? ഈ പ്ലസ് കാര്യം. ഈ പ്ലസ് കാര്യം എന്ന് പറയുന്നതിനാണ് ഇക്കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊടിക്കൂറ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? കൊടിക്കൂറ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? കേതനം. കേതനം ഏത്? നോക്കാട്ടെ. ഈ കായാണ് വരുന്നത്. കാക്കയുടെ കായാണ് വരുന്നത്. പിന്നെ തായാണ് വരുന്നത് നോക്കാം. അപ്പൊ കേതനം എന്ന് പറയുന്നതാണ് കൊടിക്കൂറ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം എന്താണ്? കേതനം എന്നാണ്. കേത്തനം എന്ന് പഠിച്ചിരിക്കുക. കേത്തനം എന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏതാ? അഖിലേഷൻ. എങ്ങനെയാണ് ഇതാ നോക്കിയേ. അഖിലേഷൻ. ഏത് കായാണ് നഗത്തിന്റെ കാല? അഖിലേഷൻ. അഖിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? സത്യം പുറത്താകുക. സത്യം പുറത്താകുക എന്നാണ് ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? സത്യം പുറത്താകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൂപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കൂപം എന്ന് വെച്ചാൽ എന്താണ്? കിണർ എന്നാണ് പറയുന്നത്. കൂപം എന്ന് വെച്ചാൽ കിണറാണ്. കണ്ടല്ലേ, റിപ്പീറ്റഡ് ആണ്. കൂപം എന്ന് വെച്ചാൽ എന്താണ്? കിണർ എന്നാണ് വരുന്നത് അർത്ഥം. ഇനി ഓഫ് ആൻഡ് ഓൺ, ഇതും നമ്മൾ കണ്ടതാണല്ലോ. ഓഫ് ആൻഡ് ഓൺ എന്ന് പറയുന്നത് ശരിയുടെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും. വല്ലപ്പോഴും എന്നാണ് ഓഫ് ആൻഡ് ഓൺ എന്നതിന്റെ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തിയിടുക. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം പൂജക ബഹുവചനമൊക്കെ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് തന്നിരിക്കുന്നില്ല? ഗുരുപാദർ അല്ലെ. ഗുരുപാദർ എന്നാണ്. താങ്കൾ, ഗുരുപാദർ എന്നിവയ്ക്കെന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അനലൻ എന്ന വാക്കിന്റെ പര്യായപദം ഏതാണ്? അനലൻ എന്ന വാക്കിന്റെ പര്യായപദം ഏതാണ്? നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലെ. അനലൻ എന്ന വാക്കിന്റെ പര്യായപദമാണ് തീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പടി കടത്തുക നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുറത്താക്കുക അല്ലെ. പുറത്താക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. നോക്കിയേ, പ്രായശ്ചിത്തം ചോദിച്ചിട്ടുണ്ട് അല്ലെ. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതാ? പ്രായശ്ചിത്തം. എങ്ങനെയാണ് വരുന്നത്? പ്രായശ്ചിത്തം എങ്ങനെയാണ് വരുന്നത്? പ്രായശ്ചിത്തം എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പൂത്തട്ടം 2 താണ്ട് അല്ലെ. പൂത്തട്ടം എന്ന് പറയുന്ന പദം പിരിച്ചെഴുതാണെങ്കിൽ എങ്ങനെയാണ് വരാ? പൂ പ്ലസ് തട്ടം. ഒരു തായാണ് വരാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? പൂത്ത 2 താ വരും കൂടെ. 2 താ കൂടി വരും.
നേരെ തിരിച്ചും ഓപ്പോസിറ്റും ചോദിക്കാറുണ്ട്. അത് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ രണ്ടും പഠിച്ചേക്കുക. ഏത് പൂത്തട്ടം, ഏത് പൂത്തിലെ തട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏതാണ് ചോദിക്കുക. അപ്പൊ എന്ത് എഴുതണം? പൂത്തട്ടല് രണ്ട് താഴെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുല്ലിംഗപദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. പുല്ലിംഗപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതാണ് പുല്ലിംഗപദം അല്ലാത്തത്? സമർത്ഥൻ എന്നാണല്ലോ. അവൻ, സമർത്ഥൻ, കേമൻ എന്നൊക്കെ പറയുന്നതാണ് പുല്ലിംഗ പദമാണ്. നമുക്കറിയാം പുല്ലിംഗ പദമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുന്നത്? അൻ എന്ന് പറയുന്ന പ്രത്യയമാണ് കൂടുതലായിട്ട് വരാറ്. അൻ എന്ന് പറയുന്ന പ്രത്യയം പ്രത്യയമാണ് പുല്ലിംഗത്തിലാണെന്നുണ്ടെങ്കിൽ വരാം. ഇനി അതല്ല അൾ എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്ത്രീലിംഗ പദമാണെന്നും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈയാടിയെങ്കിലേ വായാടു എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? കൈയാടിയെങ്കിലേ വായാടു എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും എന്നാണ് കൈയാടിയെങ്കിലേ വായാടുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമയം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ആമയം എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? ആമയം എന്നതിന് വിപരീത പദം എന്താണ്? നിരാമയം. ആമയം നിരാമയം. ആമയം നിരാമയം. നിരാമയം എന്നാണ് ആമയം എന്ന വാക്കിന്റെ വിപരീത പദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരു പ്ലസ് ഓണം എന്ന് പറയുന്നത് തിരുവോണമാണെന്ന് പറയുന്ന സന്ധി ഏതാണ്? അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാലോ. തിരു പ്ലസ് ഓണം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? അല്ലെങ്കിൽ തിരുവോണം തിരിച്ചെഴുതുക എന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ കുറെ ക്വസ്റ്റ്യൻ. അപ്പൊ തിരു പ്ലസ് ഓണം എന്ന് പറയുന്നതാണ് തിരുവോണം എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ്? ആഗമസന്ധിയാണ് അല്ലെ. വാ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിരിക്കുകയാണ്. അപ്പൊ ആഗമസന്ധിയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം തന്നിരിക്കുന്നത് ഏതാണ്? ഏതാണ്? ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? തന്നിരിക്കുന്നത് ഏതാണ്? ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? നാരദ ക്രിയയാണ് അല്ലെ. നാരദ ക്രിയയാണ് ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? നാരദ ക്രിയ. നെക്സ്റ്റ്, ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഭിക്ഷുകി അല്ലെ. ഭിക്ഷുകി ആണ്. ഭിക്ഷുകി ആണ് ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏതാണ്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏതാണ്? ഗജാശ്വങ്ങൾ. 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 ഋഷിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? നോക്കിയേ, ഏത് ക്വസ്റ്റ്യൻ നോക്കി കുറെ കണ്ടല്ലേ, നമുക്ക് കുറെ കണ്ടു. ഋഷിയെ സംബന്ധിച്ചതിന്റെ ഒറ്റപ്പദം ഏതാണ്? ആർഷമാണ് അല്ലെ. ആർഷമാണ് ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? വിയോഗം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? വിയോഗം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? സംയോഗം. സംയോഗമാണ് വിയോഗം എന്ന വാക്കിന്റെ വിപരീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? കാടിയായാലും മൂടിക്കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഏതാണ്? ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? പക്ഷിയുടെ പര്യായം ഏതാണ്? താഴെ തന്നിട്ടുള്ള ഏതാണ്? ഗഗം. ഗഗം നോക്കിയെന്നെ, ഘത്തിന്റെ ഗാലെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഘ. അപ്പൊ ഗഗം എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? പക്ഷിയുടെ പര്യായപദം എന്ന് പറയുന്നത്. ഗംഗയുടെ ഘായും നഖത്തിന്റെ ഗ ഫസ്റ്റ് വരും, പിന്നെയാണ് ഗംഗയുടെ ഗ. അങ്ങനെ പഠിച്ചിരിക്കട്ടെ. ഖം എന്ന് പറയുന്നത് പഠിച്ചിരിക്കാൻ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും ചോദിച്ചേക്കാണ് അല്ലെ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? ദ്രോണർ. ദ്രോണർ. നെക്സ്റ്റ്, പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. എന്താണ്? വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവറിന്റെ അർത്ഥം എന്താണ് വരുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. വാക്യം പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഉദ്ബോധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ശരിയായിട്ടുള്ള വാക്യം നമുക്ക് തെറ്റ് തിരുത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കിയേ. മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചെന്ന് പറയുന്നത് തെറ്റാണ്. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചെന്ന് പറയുന്നതാണ് ഇതിൽ ശരി വരുന്നത്. പിന്നെ എന്താ പറയുന്നത്? മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്? ശിക്ഷാർഹമാണെന്ന് പറഞ്ഞതിന് ശേഷം വേണം അല്ലെ. മന്ത്രി ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർഹമാണെന്നാണ്. നമുക്ക് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്കില്ല അല്ലെ. അപ്പൊ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചത്. ഉദ്ബോധിപ്പിച്ചു പറയുന്നതാണ് ശരിയായ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തെരഞ്ഞെടുത്ത് എഴുതുക. ഗ്രന്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ.
എങ്ങനെയാണ് ഗ്രന്ഥം എഴുതി നോക്കി നോക്കിയേ? ഗ്രന്ഥം എന്ന് പറയുന്നത് നോക്കിയേ നാലെ ഈ നാ ഇട്ടിട്ടുള്ള ധംലെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഗ്രന്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാം. നോക്കിയൊക്കെ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാം. അത്യാവശ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ അത്യാവശ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? അത്യാവശ്യം എങ്ങനെയാണ് വരുന്നത്? അത്യാവശ്യം അല്ലെ. അത്യാവശ്യം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതാണ് വരുന്നത്? അത്യാവശ്യം അത്യാവശ്യം അല്ലെ. അത്യാവശ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ. ഇത് നമ്മൾ ശരിയായിട്ട് നമ്മൾ എഴുതി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ തന്നെ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് എഴുതാ അങ്ങനെയല്ലേ വരാന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ എഴുതി പരിശീലിച്ചിട്ടുള്ള കാരണം. അപ്പൊ ശരിയായ പദം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചെയ്യാട്ടോ. ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് ഓരോ ദിവസങ്ങളും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് വേർഡ്സുകൾ നമുക്ക് എപ്പോഴും തെറ്റിക്കാവുന്ന കുറച്ച് വേർഡ്സുകൾ നമുക്ക് എപ്പോഴും നോക്കി പോവാം. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം എന്താണ്? അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അവിടെ രണ്ടുപേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കൂടി എന്നുള്ളതിന്റെ ആവശ്യമാണ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് തെറ്റാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്ന് പറയുന്നതാണ്. ശരിയാണല്ലോ. അത് രണ്ടും ശരിയാണ് അല്ലെ. അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം എന്ന് പറയുന്നു രണ്ട് പേരും പറയുമ്പോൾ ഒപ്പം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് അതും തെറ്റാണ് വരുന്നത്. അവർ രണ്ടുപേരും കൂടി ഒപ്പം രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണ് വരുന്നത്? അതും ശരിയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതാണ് ഇവിടെ പറയുന്ന ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? an apple of discord. ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക. an apple of discord എന്ന് പറയുന്നതിന് ശൈലിക്ക് സമാനമായ തർജ്ജമ ഏതാണ്? കലഹത്തിന് കാരണമായത്. കലഹത്തിന് കാരണമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എന്താണ്? മനസ്സിനെ രമിപ്പിക്കുന്നത്. മനസ്സിനെ രമിപ്പിക്കുന്നതിന് ഞാൻ പറയുന്നത് മനോരമ. മനോരമ എന്നാണ് പറയുന്നത്. മനസ്സിനെ രമിപ്പിക്കുന്നതാണ് മനോരമ. മനോരമ. നെക്സ്റ്റ് ഉദ്യോഗ സംബന്ധമായത്. ഈ വാക്യത്തിന്റെ ഒറ്റപ്പദം എഴുതുക. ഉദ്യോഗ സംബന്ധമായത് എന്ന വാക്യത്തിന് നമ്മൾ പറയാം ഔദ്യോഗികം. ഔദ്യോഗിക ചോദിക്കാട്ടോ. എങ്ങനെ ഇതാണെന്ന് കൂടി പഠിച്ചിരിക്കുക. ഔദ്യോഗികം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായെന്ന് അർത്ഥം വരുന്നതാണ് ഔദ്യോഗികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പുരോഗതി. ഈ പദത്തിന്റെ വിപരീത പദം എഴുതുക. നോക്കിയേ പുരോഗതി നമുക്ക് കണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. പുരോഗതി എന്ന് പറയുന്നതിന്റെ വിപരീത പദം എന്താണ്? അധോഗതി. അധോഗതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മ ചോദിച്ചപ്പോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരാള്. അപ്പൊ പുരോഗതി എന്ന് പറയുന്നതിന് അധോഗതി എന്നാണ് പറയുന്നത് കേട്ടോ. പുരോഗതി എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? അധോഗതി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അധികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? അധികം എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂനമാണ് അല്ലെ. അധികം എന്ന് വെച്ചാൽ പ്ലസ് എന്നല്ലേ പറയുന്നത്. ന്യൂനം എന്ന് വെച്ചാൽ മൈനസ് ആണ് അല്ലെ. അപ്പൊ ന്യൂനം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യന്റെ പര്യായ പദം എഴുതുക. അവിടെ തന്നിരിക്കുന്നതിലൊക്കെ സൂര്യന്റെ പര്യായ പദങ്ങളാണ്. നോക്കാം. ഇനൻ, ഭാസ്കരൻ, ആദിത്യൻ, അതുപോലെ ഭാസ്കരൻ പറഞ്ഞു. ഇനൻ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതായി പഠിക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ സൂര്യനെ പര്യായപദം കുറെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇനൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. ഇനൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. ഇനൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അതുപോലെ ഭാസ്കരൻ, ആദിത്യൻ, ദിവാകരൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. അപ്പൊ ഇതിൽ ഇനനും ആദിത്യനൊക്കെ ചോദിക്കാറുണ്ട്. ആദിത്യനൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. ഇനനായിരിക്കും പെട്ടെന്ന് ചെറിയൊരു ഇതുണ്ടാവാം. അപ്പൊ സൂര്യൻ വെച്ചതാണ് ഇനൻ, ഭാസ്കരൻ, ആദിത്യൻ, ദിവാകരൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി. ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തിയിടുക. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി നമ്മൾ എന്താ പറയാ? കടലിൽ കായം കലക്കിയ പോലെ എന്നാ പറയുന്നത്? കടലിൽ കായം കലക്കിയ പോലെ. കടലിൽ കായം കലക്കിയ പോലെ എന്നാണ്. ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? കടലിൽ കായം കലക്കിയ പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റപ്പദം എഴുതുക. ദർശനത്തെ സംബന്ധിച്ചത്. ദർശനത്തെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയാ? ദാർശനികം. ദാർശനികം എന്നാണ് ദർശനത്തെ സംബന്ധിച്ച് എന്താ പറയാ? ദാർശനികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത്. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? ആഹ്ലാദപ്രദം. ആഹ്ലാദപ്രദം എന്നാണ്. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്താ പറയാ? ആഹ്ലാദപ്രദം. ആഹ്ലാദപ്രദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊൻ പ്ലസ് കുടം ചേർത്ത് എഴുതുക. പൊൻ പ്ലസ് കുടം ചേർത്ത് എഴുതാൻ എന്താ കിട്ടുക? പൊൽക്കുടം. പൊലിക്കുടം. പൊലിക്കുടം എന്ന് പറയുന്നതാണ്. പൊൻ പ്ലസ് കുടം എന്ന് വെച്ചാൽ പൊലിക്കുടം. 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 ഓക്കെ. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. നമ്മൾ നേരത്തെ കണ്ടല്ലോ കവയിത്രി അല്ലെ. കവയിത്രി. കവയിത്രി എന്ന് പറയുന്നതാണ് കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. എന്താണ്? കവയിത്രി. കവയിത്രി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം എഴുതുക. യാചകി, യാചകൻ ആണ് അല്ലെ. യാചകന്റെ എന്താണ്? യാചകി, യാചകൻ, യാചകി, കവി, കവയിത്രി, യാചകൻ, യാചകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏകവചന രൂപം എടുത്തെഴുതുക. ഇതിൽ കവിത്രയം എന്ന് പറയുമ്പോൾ എന്താണ്? കുറെ പേരുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബഹുവചനാണ്. സംയൂജർ, നമ്മൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബഹുവചനങ്ങളാണ് അല്ലെ. എന്നാൽ വൈദ്യർ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ അവിടെ. അപ്പൊ ഏകവചന രൂപം ഇതാണ്, വൈദ്യർ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിരിച്ചെഴുതുക. നിന്നു, നിന്നു എങ്ങനെ എഴുതാ? നിന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നിൻ പ്ലസ് ടു എന്താണ്? നിൻ പ്ലസ് ടു എന്ന് പറയുന്നതാണ് നിന്നു എന്ന് പറയുന്നത്. നിൻ പ്ലസ് ടു, നിൻ പ്ലസ് ടു, നിന്നു. ഇനി വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുക. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എന്താണ്? വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യ പ്ലസ് അഭ്യാസമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ്? വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യ പ്ലസ് അഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? When the Rome do as the Romans do. ഈ പഴഞ്ചൊല്ലിനെ സമാനമായ മലയാള പരിഭാഷ തിരഞ്ഞെടുത്തെഴുതുക. When in Rome, do as the Romans do. ഈ പഴഞ്ചൊല്ലിനെ സമാനമായ മലയാള ഭാഷ എന്താണ്? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്താണ്? നടുക്കണ്ടം തിന്നണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണ്? തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെതാണ്. മണൽ പ്ലസ് അരണ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? മണൽ പ്ലസ് അരണ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചേർത്ത് എഴുതുക? മണലാരണ്യം അല്ലെ. എന്താണ് വരുന്നത്? മണലരണ്യം ഉണ്ടോ? മണലരണ്യാണ് വരുന്നത്. മണലരണ്യം. മണൽ പ്ലസ് അരണ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരണ്യമാണ്. അപ്പൊ എന്താണ്? മണലരണ്യം എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏതാണ്? ഇത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലെ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിലെ ആവർത്തന ശബ്ദം ഏതാണ്? ഏതാണ്? എയ്ക്ക് നിലനിൽക്കുന്ന. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, എയ്ക്ക് എന്നാണ് നെക്സ്റ്റ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? അലംഘനീയമായ അഭിപ്രായം. എന്നാണ്? അലംഘനീയമായ അഭിപ്രായത്തെയാണ് വേദവാക്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്. താഴെ പറയുന്നതിൽ ഓണത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഓണത്തിന്റെ പര്യായ പദങ്ങൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ഓണത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഭംഗം, തരംഗം, വീചി എന്നിവയൊക്കെ എന്താണ്? ഓണത്തിന്റെ പര്യായ പദങ്ങളാണ്. ആളം എന്ന് പറഞ്ഞത് വരുന്നില്ല. അപ്പൊ എന്താണ്? ഓണത്തിന്റെ പര്യായ പദങ്ങൾ ഇതൊക്കെയാണ്. ഭംഗം, തരംഗം, വീചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം, അസ്താമയം, അസ്തമനം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് വരുന്നത്? നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. അസ്തമയം അല്ലെ. അസ്തമയം, അസ്തമയം എന്നാണ് ശരിയായ പദം എന്ന് പറയുന്നതാണ് അസ്തമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? എന്താണ്? വൈരുദ്ധ്യമാണെന്നാണ് വരുന്നത് കേട്ടോ. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? വൈരുദ്ധ്യമാണ്. നെക്സ്റ്റ്. മരങ്ങൾ പിരിച്ചെഴുതുക. മരങ്ങൾ നമ്മൾ എങ്ങനെ എഴുതാം? മരം പ്ലസ് കൾ എന്നാണല്ലോ എഴുതാല്ലേ. മരം പ്ലസ് കൾ എന്ന് പറയുന്നതാണ് മരങ്ങൾ എന്ന് പറയുന്നത്. മരം പ്ലസ് കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വട്ടം പ്ലസ് പലക എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? വട്ടം പ്ലസ് പലക എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? വട്ടപ്പലക, വട്ടപ്പലക. ഇരട്ടിക്കൂലെ. വട്ടപ്പലക എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം ഏതാണ്? കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? കള്ളെ, കള്ളെന്നല്ല വരുന്നത്. കൾ എന്ന് പറയുന്നതാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കൾ എന്ന് പറയുന്ന വചന പ്രത്യയമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഏതാണ് ശരിയായ വാക്യം? വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും അന്യോന്യം വിവാഹിതരായി നമുക്ക് പറയുന്നുണ്ട്. വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. വരനും വധുവും തമ്മിൽ മാലയിട്ടു. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരമ കവിനെയാണ് അല്ലെ. ചീരമ കവിനെയാണെന്ന് അറിയപ്പെടുന്നത് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം തെരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നോക്കിയേ. ഏതാണ് ശരിയായ പദം? അരോഗശരീരം എന്താണ് പറയുന്നത്? അരോഗശരീരം അല്ലെ. അരോഗശരീരം എന്നാണ് ശരിയായ പദം. എന്താണ്? അരോഗശരീരം, അരോഗശരീരം. നെക്സ്റ്റ്. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ എന്താണ്? പോട്ടെ പ്ലസ് അവൻ എന്ന് പറയുന്നത് ചേർത്ത് എഴുതിയാൽ തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത് നോക്കി നോക്കിയേ. പോട്ടവൻ എന്ന് പറയുന്നതും ശരിയാണ്. പോട്ടെ യവൻ എന്ന് പറയുന്നതും ശരിയാണ്. എന്താണ്?
പോട്ടെ പ്ലസ് അവൻ എന്ന് പറയും. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? പോട്ടവൻ എന്നും എഴുതാം, പോട്ടെയവൻ എന്നും എഴുതാം, പോട്ടവൻ എന്നും എഴുതാം, പോട്ടെയവൻ എന്നും എഴുതാം. നെക്സ്റ്റ് എന്താണ്? പിരിച്ചെഴുതുക. കാട്ടീനേൻ, കാട്ടീനേൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? കാട്ടി പ്ലസ് എൻ. എന്താണ് കാട്ടീനേൻ എന്ന് വെച്ചതാണ്? കാട്ടി പ്ലസ് എൻ, കാട്ടി പ്ലസ് എൻ ആണ് കാട്ടീനേൻ എന്ന് പറയുന്നത്. കാട്ടി പ്ലസ് എൻ എന്ന് പറയുന്നതാണ് കാട്ടീനേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റില്ലാത്ത വാക്യം തെരഞ്ഞെടുത്ത് എഴുതുക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഇത് രണ്ടും ശരിയാണ് എഴുതി വെച്ചേക്കണ്ട. അപ്പൊ ഭാരതീയർ എല്ലാവരും നോക്കിയേ ഇവിടെ എന്താണ്? ഫസ്റ്റ് സ്നേഹോദര ഭാവത്തോടു കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി. രണ്ടാമത്തിൽ എന്താണ്? സ്നേഹാദര ഭാവത്തോടു കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ശരി വരുന്നത്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്ന് പറയുന്നതാണ് ശരി. സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്ന് ചോദിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്ന് പറയുന്നത് ശരിയായ അർത്ഥം ഏതാണ്? എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. തേൻ എന്നർത്ഥം വരുന്ന ഏതാണ്? തേൻ എന്നർത്ഥം വരുന്ന ഏതാണ്? തേൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മധൂലി. മധൂലി എന്ന് പറയുന്നതാണ് തേൻ എന്ന് പറയുന്ന പദം. എന്താണ്? മധൂലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്ന് പറയുന്നതിന്റെ സമാന പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മതിരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. എന്താണ്? മതിരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. നെക്സ്റ്റ് എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ചെട്ടിച്ചി എന്ന് പറയുന്ന എതിർലിംഗം എന്താണ്? ചെട്ടിയാണ് അല്ലെ? ചെട്ടിച്ചി എന്ന് പറയുന്നത് എതിർലിംഗം എന്താണ്? ചെട്ടി. ചെട്ടി, ചെട്ടിച്ചി, ചെട്ടി, ചെട്ടിച്ചി. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പീതാംബരൻ. പീതാംബരൻ എന്ന് പറയുന്നതാണ് മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്നത്. ഏതാണ്? പീതാംബരൻ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ധൃതി എന്ന പദത്തിന്റെ അർത്ഥം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം എന്നൊക്കെ പറയുന്നതാണ് ശരിയായ അർത്ഥങ്ങളാണല്ലോ അല്ലെ? ധൃതി എന്ന് പറയുന്നതിന്റെ അർത്ഥം വരുന്നതാണ് ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം എന്നൊക്കെ പറയുന്നത്. നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ 2 ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതാണ്, ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് വേർഡ് എഴുതാനായിട്ട് പറയുമ്പോൾ മലയാളം കറക്റ്റ് വേർഡ് എഴുതാൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവാറുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ? അത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കേരള സർക്കാരിന്റെ ഔദ്യോഗിക സൈറ്റിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ളത് എഴുതുക എന്നാണ് നമുക്ക് എപ്പോഴും വരാറുള്ളത് അല്ലെ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ശരിയായ തിരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വേർഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് കാണാൻ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് എന്താണ് നോക്കി. അങ്ങനെ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങനെ എന്നാ പറയാ? അങ്ങനെ എന്നാണല്ലേ പറയുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്? അങ്ങനെ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്ന് പറയില്ല, അങ്ങനെ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അടിമത്തം. അടിമത്തത്തെ എങ്ങനെയാണ് പറയുന്നത് നോക്കിയേ. അടിമത്വം എന്ന് പറയുന്ന തെറ്റാണ്. നമ്മൾ വിചാരിക്കും അടിമത്വം എന്നാണ്, പക്ഷെ എന്താണ്? അടിമത്തം എന്നാണ് പറയുന്നത്. അടിമത്തം, മത്തം എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അതാത്. അതാത് എന്ന് പറയുന്നത് അതാത് എന്നോ പറയില്ല, എന്നാ പറയുന്നത്? അതത് എന്ന് പറയുള്ളൂ. അതത് എന്ന് പറയുള്ളൂ. അതത് എന്ന് പറയുള്ളൂ. നെക്സ്റ്റ് നോക്കിയ അധപതനം. അധപതനത്തിൽ നൽകിയിരിക്കുന്നത് ഈ ധായാണല്ലേ? നമുക്ക് ശരിയായിട്ടുള്ള വേർഡ്സ് ഏതാണ്? അധാന്ന് എഴുതിയിട്ട് 2 കുത്തെഴുതിയിട്ടുള്ള പദമാണ് കേട്ടോ. അതായിട്ട് രണ്ട് കുത്തെഴുതിയിട്ടുള്ള പദമാണ് അധപതനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അധ്യാപകൻ. അധ്യാപകൻ നമ്മൾ എങ്ങനെ എഴുതാ? അധ്യാപകനെ ധ്യാനിൽ എഴുതാ. അധ്യാപകൻ. നമുക്ക് ശരിയായത് മാത്രം പറഞ്ഞു പോവാ അല്ലെ? അധ്യാപകൻ എന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ടുള്ളതാണ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കൂടുതൽ. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകാം. അധ്യാപകൻ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അധ്യാപകൻ എന്ന് പറയുന്നത് നോക്കി നോക്കി എങ്ങനെയാണ് എഴുതുന്നിരിക്കുന്നത്. ഇനി അനന്തരവൻ. നമ്മൾ നോക്കി എങ്ങനെയാണ് അനന്തരവൻ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? അനന്തരവൻ എങ്ങനെയാണ് എഴുതുന്നത്? അനന്തരിവൻ ഒക്കെ എഴുതുന്ന തന്നിട്ടില്ലേ അല്ലെ?
അനന്തരവൻ എഴുതാണ്. അങ്ങനെയാണ് ഏതാ? അനന്തരവൻ. അനന്തരവൻ എന്നാണ് എഴുതുന്നത്. ഇനി നമുക്ക് നോക്കി കഴിഞ്ഞ ക്വസ്റ്റ്യനില് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അനുഗ്രഹീതൻ എങ്ങനെയാണ് എഴുതുന്നത്. എങ്ങനെയാണ് നോക്കി, അനുഗ്രഹീതൻ എന്നാണ് എഴുതുന്നത്. അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ എന്നാണ് എഴുതുന്നത് കേട്ടോ. അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ എന്നാണ് എഴുതുന്നത്. ഇനി അപേക്ഷ തീയതി എന്ന് പറയുന്നത് എങ്ങനെയാ? അപേക്ഷ, അപേക്ഷ പിന്നെ തീയതി, രണ്ട് താണ്ട് തീയതി എന്നാണ് എഴുതുന്നത്. അപേക്ഷ തീയതി എന്നാണ് എഴുതുന്നത്. എന്താണ്? അല്ലെങ്കിൽ എങ്ങനെ എഴുതാ? അല്ലേ, അല്ലെ, അല്ലേ, അല്ലെങ്കിൽ, അല്ലേ, അല്ലെങ്കിൽ എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിൽ എന്നാണ് എഴുതുന്നത്. ഇനി നമുക്ക് അവധാനത, അവധാനത നൽകിയിട്ടുണ്ടല്ലോ. അവധാനത എന്ന് നമ്മൾ പറയില്ല ഒരിക്കലും. എന്താണ്? അവധാനം എന്നാണ് പറയുന്നത്. അവധാനം എന്നാണ് പറയുന്നത്. അപ്പൊ അനുഗ്രഹീതനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി അവധാനം എങ്ങനെയാണ് എഴുതുന്നത്? അവധാനം ഈ ധായാണ് എഴുതുന്നത് അല്ലെ. ഇങ്ങനെ നാമറിച്ചിട്ടുള്ള ധാണ് അവധാനം എന്ന് പറയുന്നത്. ഇനി അസ്ഥി കൂടത്തെ എങ്ങനെയാണ് എഴുതുന്നത്? അസ്ഥി കൂടത്തെ നോക്കിയേ, സാടൊപ്പം താ വരുന്നതാണ് അല്ലെ അസ്ഥികൂടം എന്ന് പറയുന്നത്. സാത്ത അല്ലെ അസ്ഥികൂടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അസ്ഥികൂടം എന്നെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയൊക്കെ. അസ്ഥികൂടം എന്ന് പറയുന്നത് നോക്കാട്ടോ. എന്താണ്? അസന്ദിഗ്ധം. നോക്കി, അസന്നിഗ്ധം. നോക്കി, അസന്നിഗ്ധം. നന്നിടുന്ന കേട്ടോ. അസന്നിഗ്ധം, അസന്നിഗ്ധം എന്നാണ് പറയുന്നത്. അസന്നിഗ്ധം എന്നാണ് പറയുന്നത്. നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വെച്ച് പഠിക്കാതെ നമുക്ക് എഴുതാനുള്ള രീതിയിൽ ഒന്ന് വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അസന്നിഗ്ധം എന്നാണ് എഴുതുന്നത്. അസന്നിഗ്ധം എന്നാണ് എഴുതുക. ഇനി അസ്ഥിവാരം, അസ്ഥിവാരത്തെ എങ്ങനെയാണ് എഴുതുന്നത് നോക്കി നോക്കിയേ. അസ്ഥിവാരം, അസ്ഥിവാരത്തെ എങ്ങനെയാണ്? തായാണ് അല്ലെ അസ്ഥി, അസ്ഥിവാരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുക? അസ്ഥി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലെ. അസ്ഥി എന്നുള്ളത് എന്നാണ് വരുന്നത്. അസ്ഥിവാരത്തെ പറയണ്ട. ഇനി ആണത്തം, നമ്മൾ എപ്പോഴും തെറ്റിച്ച് എഴുതാറുള്ളത് എങ്ങനെയാണ്? ത്വന്നയാണ് എഴുതാ. ആണത്തം എന്നാണ് പറയാ. ആണത്തം, താണത്തം എന്നാണ് എഴുതുന്നത്. ആണത്തം എന്നാണ് എഴുതുന്നത്. നെക്സ്റ്റ് എന്താണ്? ആദ്യവസാനം, ആദ്യവസാനം എന്നാണ് എഴുതുന്നത്. നോക്കി നോക്കി, ഇവിടെ നമുക്ക് തെറ്റി തന്നിട്ടുള്ളതാണ്. ഈ ദീർഘപ്പെട്ടിട്ടാണ് അല്ലെ. അതില്ല, ആദ്യവസാനം, ആദ്യവസാനം അങ്ങനെ പഠിച്ചിരിക്കുക. ആദ്യവസാനം എന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ആധുനീകരിക്കുക. ആധുനീകരിക്കുക എങ്ങനെയാണ് എഴുതാ നോക്കി നോക്കിയ. ആധുനികീകരിക്കുക, 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 ആധുനികീകരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആധുനികീകരിക്കുക. ഇനി ആവൃത്തി, ആവൃത്തിനെ എങ്ങനെ എഴുതാ? ആവൃത്തി എന്നാണ് എഴുതാ. ചോദിക്കാറുണ്ട് കേട്ടോ. ആവൃത്തി എന്നാണ് എഴുതുന്നത്. വാ ഇട്ടിട്ട് എന്ത് എഴുതും? വാ ഇട്ടിട്ട് ഇങ്ങനെ ദീർഘ ഇടും അല്ലെ. ആവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ആവൃത്തി എന്നാണ് എഴുതുന്നത്. ആവൃത്തി എന്നാണ് എഴുതുന്നത്. അതായത് ആവർത്തിക്കുക എന്ന് പറയുന്നത് ക്രിയയാണ്. നാമം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ആവൃത്തി എന്നാണ്. ആവൃത്തി എന്നാണ്. ഇനി ആവർത്തിക്കുക എന്ന് പറയുന്നത് ക്രിയയാണ്. ക്രിയയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ന് പറയും? ആവർത്തിക്കുക എന്ന് തന്നെയാണ് എഴുതാ. പക്ഷെ നമുക്കൊരു നാമമായിട്ടാണ് ആവൃത്തി എന്ന് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എഴുതെങ്ങനെയാണ്? വൃത്തി എന്നാണ് എഴുതുന്നത്. വൃത്തിയിലെ വൃത്തത്തിന്റെ വൃത്തി എന്നാണ് എഴുതുന്നത്. പക്ഷെ നമുക്കതൊരു ക്രിയയായിട്ട് ക്കുക അല്ലെ. ആവർത്തിക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ആവർത്തിക്കുക എന്നാണ് തന്നെയാണ് എഴുതുന്നത്. ഇനി ആസാദ്യകരം എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആസാദ്യകരം എഴുതിയിട്ടുണ്ട്. ആസാദ്യകരം എഴുതിയിട്ടുണ്ട്. ആസ്വാദ്യം എന്നാണ് എഴുതുന്നത്. ആസ്വാദ്യം എന്നാണ് എഴുതുന്നത്. ആസ്വാദ്യം. ആസ്വാദ്യകരം എന്ന് പറയില്ല, ആസ്വാദ്യം എന്നാണ് പറയുന്നത്. ആസ്വാദ്യം എന്നാണ് പറയുന്നത്. ഇനി ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പ് എന്ന് പറയുന്നത് നമ്മ ആഴ്ചപ്പതിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് പാ വരും കേട്ടോ. രണ്ട് പാ. ആഴ്ചപ്പതിപ്പ് എന്നാണ് വരുന്നത്. ആഴ്ചപ്പതിപ്പ് എന്നാണ് വരുന്നത്. നോക്കിയേ, ഇങ്ങനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും എങ്ങനെയാ പറയേണ്ടത്? ഇങ്ങനെ, ഇങ്ങനെ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ എന്ന് പറയണം. അതുപോലെ തന്നെ ഉദ്ഘാടനം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഉദ്ഘാടനം, ഉദ്ഘാടനം എന്നാണ് പറയാ. ഈ ധായാണ് എന്ന് പറയുമ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്നത്. നോക്കി നോക്കിയേ, ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി എങ്ങനെ, എങ്ങനെ, ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എങ്ങാന്ന് മാത്രമല്ലേ, അവിടെ വേറെ ഒന്നും വരുന്നില്ല. ഇങ്ങനെ, എങ്ങനെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. എങ്ങനെ എന്നാണ് വരുന്നത്. ഇനി ഏകഖണ്ഡേന. ഏകഖണ്ഡേന നമ്മൾ എന്താ പറയും? ഐക്യഖണ്ഡേന അല്ലെങ്കിൽ ഏകഖണ്ഡമായി എന്ന് പറയും. ഖണ്ഡേന അല്ലെങ്കിൽ ഐക്യഖണ്ഡമായി എന്നാണ് പറയുന്നത്. ഇനി ഏകഖണ്ഡേന എന്ന് പറയും നമ്മൾ അതായത് പറയില്ലേ, ഐക്യഖണ്ഡേന അല്ലെങ്കിൽ ഏകഖണ്ഡമായി എന്നാണ് പറയുന്നത്. ഖണ്ഡമായി, ഏകഖണ്ഡം രണ്ടും നമുക്ക് എഴുതാൻ പറ്റും. ഐക്യഖണ്ഡേന എന്ന് എഴുതാം അല്ലെങ്കിൽ ഏകഖണ്ഡമായി എന്നും എഴുതാം. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്
ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ബാക്കി വരുന്ന കുറച്ച് വേർഡ്സുകളും പറയാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. നോക്കിയേ, നമ്മൾ കണ്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാം ഏതേത് ആൻസർ വരുന്നതെന്ന്. ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം? ഏതാണ്? റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗുരു ഫാദർ അല്ലെ. ഗുരു ഫാദർ താങ്കൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അതും റിപ്പീറ്റഡ് ആണ് അല്ലെ. അനലൻ എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ്? അനലൻ എന്ന് വെച്ചാൽ എന്താണ്? അനലൻ എന്ന് വെച്ചാൽ എന്താണ്? തീയാണ് അല്ലെ. അനലൻ എന്ന് വെച്ചാൽ തീയാണ്. അനിലൻ എന്ന് വെച്ചാൽ എന്താണ്? കാറ്റാണ്. അപ്പൊ അനലിനാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. കൂടുതലായിട്ട് ചോദിക്കുന്ന അനലിനാണ്. അനലൻ എന്ന് വെച്ചാൽ തീയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പടി കടത്തുക എന്ന് വെച്ചാൽ എന്താണ്? പടി കടത്തുക നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. പടി കടത്തുക എന്ന് പറയുന്നതാണ് പുറത്താക്കുക. പുറത്താക്കുക എന്നാണ് പടി കടത്തുകയെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായശ്ചിത്തം എങ്ങനെയാണ് എഴുതുന്നത്? പ്രായശ്ചിത്തം അല്ലെ. പ്രായശ്ചിത്തം എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബാക്കി 2 ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.